ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു ബട്ടർ കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. 1-2 ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നതല്ല കേട്ടോ, മക്കൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബട്ടർ കേക്ക് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. അതിലൊരു മെത്തേഡാണ് ഇത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മാവും പിന്നെ ബേക്കിംഗ് പൗഡർ നോക്കിയപ്പോഴത്തേക്കും ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബേക്കിംഗ് സോഡയാണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ടിട്ട് ഒന്ന് സീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 100 ഗ്രാം ബട്ടറും കൂടി എടുത്തിട്ടുണ്ട്. ബട്ടർ കേക്കാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടർ കേക്കിന് വേണ്ടിയിട്ട് ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കണം. അതൊന്ന് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണമേ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചറിൽ ആക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു അടപ്പ് വാനില എസൻസ് ഉണ്ടല്ലോ, വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കാം. അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുമിച്ച് മുട്ട ചേർത്ത് കൊടുക്കാൻ പാടില്ല. ആദ്യം ഒരു മുട്ട ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ മുട്ടയും ചേർത്ത് ബീറ്റ് ചെയ്യാം. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ബീറ്റ് ചെയ്തെടുക്കണമേ. ഒരുപാട് നേരമൊന്നും വേണ്ട, കുറച്ച് നേരം 2 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ക്രീമി ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് സ്പാച്ചില ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കോരി സൈഡിലുള്ളതൊക്കെ ഒന്ന് വടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ കുറേശ്ശെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇത് നമ്മുടെ സാധാരണ കേക്കിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കില്ല ബാറ്ററിന്. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മാവും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും അത് ഏതാണ്ട് കണക്കിനായിട്ടുണ്ടായിരുന്നു ബാറ്റർ നമ്മൾ റിബൺ കൺസിസ്റ്റൻസി പോലെയൊന്നും ഇരിക്കത്തില്ല, കുറച്ച് കട്ടിയായിരിക്കും. ഇത് ഈ ഒരു ടെക്സ്ചറിലിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഒരു ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ടിന്ന് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ടിന്നാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കി അതിൻ്റെ പദം വന്നിരിക്കുന്ന ടിന്നാണ്, അതാണ് ആ ഒരു കളറ്. അപ്പോൾ അതിലേക്ക് നമുക്കിങ്ങനെ മാവിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. അത് എന്നിട്ട് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാവേ. ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ഇതായിട്ടിരിക്കും. പിന്നെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇത് കറക്റ്റായിട്ട് വരുമെന്ന്. കാരണം നമ്മൾ ബേക്കിംഗ് പൗഡർ അല്ലല്ലോ ചേർത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നേ. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്പോഴേ തന്നെ കാലിയാവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.